ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ വന്നത് ഇരവികുളമാണ്. ഇരവികുളം വന്ന ടൈമിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ പാർക്കിംഗ് കിട്ടി ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത്. അങ്ങനെ ഇതേ ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 200 രൂപ വെച്ചാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒരു ഇച്ചിരി വിശാലമായിട്ടാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറേ ഡിസ്പ്ലേകളും കാര്യങ്ങളൊക്കെ കാണാം. ഒരു 19 പേരുടെ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഹിൽ ടോപ്പിലേക്ക് പോകുന്നതിന് ബസ് വഴിയാണ്. നമ്മുടെ ബസ്സാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 19 പേരുടെ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ആദ്യത്തെ ബസ്സിനെ കിട്ടി. അങ്ങനെ നമ്മൾ ഹിൽ ടോപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസിനൊന്നും ആക്സസ് ഇല്ല. കാര്യം ഇതൊരു റിസർവ്ഡ് ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് മുന്നേ ഇവിടെ ഒരു 200 പേരോളം ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എൻട്രി ആക്സസ് ചെയ്ത് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2-3 കിലോമീറ്ററോളം ഇനിയും നടക്കാനുണ്ടെന്ന് തോന്നുന്നു നമ്മളുടെ എക്സാക്റ്റ് ആ സ്പോട്ടിലേക്ക് എത്താൻ. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാനും സഞ്ചാരികൾ ഇവിടെ ഒരുപാട് എത്താറുണ്ട്. 2030 ഇനി നീലക്കുറിഞ്ഞി പുഷ്പിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുണ്ട്, ആനമുടി കൊടുമുടി. അതും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 2700 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടത്തം തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പോകുന്ന വഴിയിൽ അങ്ങോട്ട് പോകുന്നവരും അവിടെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്നവരുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നമുക്ക് നീലക്കുറിഞ്ഞിയുടെ ഡീറ്റെയിലുകളൊക്കെ കാണിക്കുന്ന ബോർഡുകൾ കാണാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്ന ഫ്രഷ് വാട്ടറും ഉണ്ട് ദാഹിക്കുന്നവർക്ക് കുടിക്കാനും. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വരയാടിനെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. അതിൽ ഒരെണ്ണേ കാണാൻ പറ്റിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മുകളിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. വരയാടുകൾ കുറച്ചും കൂടി മനുഷ്യരായിട്ട് ഫ്രണ്ട്ലി എന്ന് തോന്നുന്നു. കാര്യം ഇത്ര അധികം ജനങ്ങൾ കണ്ടിട്ടും അതിന് വലിയ ഭയമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരുടെ ഇടകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തിയ പോലെ തോന്നുന്നുണ്ട്. ദേശക്കുട്ടി ഇവിടെ ഉണ്ട്, അവൾ ഹാപ്പിയാണ്. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊന്നും അങ്ങനെ കാണുന്നില്ല. അങ്ങനെ നമ്മൾ വേറൊരു ഉദ്യാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊരു പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നതേ ഉള്ളൂ. ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏറ്റവും മുകളിലെത്തി. അതുപോലെ തന്നെ ഇരവികുളത്തെ എക്കോ പോയിൻ്റ്, പിന്നെ രാജമല എന്നിവിടങ്ങളിലെ സഞ്ചാരികൾക്ക് പ്രദർശനാനുമതിയുള്ളൂ. ഈ വരയാടുകൾ കൂടുതലായി കാണാനാകുന്ന സ്ഥലമാണ് ഈ രാജമല. വരയാടുകളുടെ പ്രജനന കാലത്ത് ഫെബ്രുവരി-മാർച്ച് മാസങ്ങളിൽ ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് സന്ദർശകർക്ക് അനുമതിയില്ല. നമുക്കിവിടെ സന്ദർശന സമയം വരുന്നത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ 6 മണി വരെയാണ് നമുക്ക് ഒരു അലൗഡ് ചെയ്യുക. അതിനുശേഷം വരുന്നവർക്ക് ടിക്കറ്റ് ഒന്നും കിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേയിൽ വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ. പറ്റാവുന്നതും ഇവിടെ വരുന്നവർ ഏർലി മോർണിംഗ് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ അപൂർവ ഗണത്തിലുള്ള സസ്യജാലങ്ങൾ ഇരവികുളത്തെ സവിശേഷതയാണ്. അപൂർവ ഓർക്കിഡുകൾ, കാട്ടുപൂക്കൾ, അതുപോലെ കാട്ടുപോത്ത്, കരിങ്കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങൾ നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അതിന് ഇത്തിരി ലക്ക് വേണം. അങ്ങനെ നമ്മൾ മുകളിലെത്തിയപ്പോൾ കാണാൻ സാധിച്ചത് ആട്ടുംപറ്റങ്ങളെ അഴിച്ചുവിട്ട പോലെയാണ് വരയാടുകൾ ഇവിടെ ഉള്ളത്. ആണും പെണ്ണുമായി ഒരുപാടുണ്ട്. നമുക്കിത് ഇപ്പോൾ ഒരു ട്രാക്ടർ വരുന്നത് കാണാം. ഇത് ഏറ്റവും മുകളിൽ നിന്ന് തേയില കളക്ട് ചെയ്ത് വരുന്ന ട്രാക്ടറാണ്. പക്ഷെ അങ്ങോട്ട് നമുക്ക് അനുമതിയില്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിൻ്റെ വളരെ മനോഹാരിതയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ മഴക്കാലത്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കോടമഞ്ഞ് മൂടി ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് വരുന്നവരെല്ലാവരും വേനൽക്കാലം നോക്കി കറക്റ്റായിട്ട് വരിക. അത് പറഞ്ഞു വന്നപ്പോഴാണ് ഇവിടെ ഒരു വരയാട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മോഡലുകൾ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. ഇവിടെ വന്ന് ഒരുപാട് പേര് സെൽഫികൾ എടുക്കുന്നുണ്ട്. കുറേ പേര് അതിനെ തൊട്ട് നിന്ന് ഫോട്ടോ എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു വരയാട് വളരെ മനോഹരമായിട്ട് നല്ലൊരു ഫ്രെയിമിലാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നത് കാണാൻ. ഞാനും ഒരു 2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണാം. ഏതാണ്ട് ഒരു 17 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം കൂടിയാണ് നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനം. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ വരയാടുകളെ കൂടുതലായിട്ട് കണ്ടുവരുന്ന മെയിനായിട്ടുള്ള സ്പോട്ടാണ് ഈ ഇരവികുളത്തെ രാജമല, പന്തുമല, ചിന്നപ്പന്തുമല എന്നീ ഭാഗങ്ങൾ.
അതുപോലെ തന്നെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ പശ്ചിമഘട്ടത്തിൽ ഇപ്പോൾ 2500 വരയാടുകൾ ഉള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ വരയാടുകളെ കുറിച്ചുള്ള പഠനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങുന്ന ടൈമിലും കുറച്ച് പേരൊക്കെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ നീണ്ട ക്യൂ കണ്ടില്ലേ, അതിൽ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്ന് ബോറടിച്ചപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. കമ്പാരിറ്റീവ്ലി നമ്മൾ താഴത്ത് നിന്നും കോഫി കുടിക്കുന്നതിന് കുറച്ചുകൂടി ചാർജ് കുറച്ച് കൂടുതലാണ്. നമ്മളിവിടുന്ന് ഒരു കേക്ക് വാങ്ങി കഴിച്ചു. അപ്പോഴാണ് രസകരമായൊരു കാഴ്ച, ഒരു വരയാട് ആളുകളുടെ ഇടയിൽ കൂടി താഴെ വീണ് കിടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത് ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ദേസക്കുട്ടി നമ്മളൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ക്യൂവിൽ കൂടി കടന്ന് നമ്മളങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ രസമായിരുന്നു. ഫ്രണ്ട് സീറ്റിലിരുന്ന് കാണാൻ ലക്ഷക്കണക്കിന് ഹെക്ടർ വരുന്ന തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വന്നതും ഇപ്പോൾ പോകുന്നതൊക്കെ. അങ്ങനെ മൂന്നാർ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ഇരവികുളം നാഷണൽ പാർക്ക് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നിരാശരാവേണ്ട വന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ തന്നെ വരാനും കാഴ്ചകൾ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോഴും മസ്റ്റായിട്ട് ഇവിടെ വരണം. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്.